പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ നൽകുന്നത് കൂടിയാണ്. ഇന്ന് മെയ്ഡ് ബൈ ഹാൻഡ്, ലവ്ഡ് ബൈ ഹേർട്ട്, ഫ്രം കേരള ടു ലണ്ടൻ, നേരത്തെ പറഞ്ഞ ആ ചെറിയ കുട്ടിയുടെ സ്വപ്നം അത് സാക്ഷാത്കരിച്ചിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു സന്തോഷവും കാണുന്നുണ്ട്. ലണ്ടൻ അതെങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ശോഭയുടെ തയ്യാറെടുപ്പുകളെ കുറിച്ചുകൂടി ഒന്ന് അറിയണമല്ലോ. കാരണം ഒരു ഷോ നമ്മുടെ രാജ്യത്തല്ല, പുറത്തു പോയി അവിടെ ചെയ്യണമെങ്കിൽ വലിയ തയ്യാറെടുപ്പ് വേണം. പക്ഷെ വളരെ ഷോർട്ട് പീരീഡേ കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? ഉറങ്ങിയിട്ട് കുറേ ദിവസമായി എന്നറിയാം, അതിനെക്കുറിച്ച് പറയൂ. ഇന്ന് വേക്കപ്പ് കോൾ അച്ഛനാണ് എനിക്ക് തന്നതിലേക്ക് ശരിക്കും ഞാൻ ഉറങ്ങിപ്പോയത്. ബിക്കോസ് ഒരു 10 ഡേയ്സിന്റെ പ്രിപ്പറേഷനിൽ ഒരു 35 ഗാർമെന്റ്സ് ആണ് നമ്മൾ ചെയ്തത്. അത് ചെറിയ കാര്യമില്ല, അതും കൈത്തറിയാണ്, അതും ഈ പറഞ്ഞ പോലെ എല്ലാം ഹാൻഡ് മെയ്ഡ് വിത്ത് ലവ് ആണ്. അപ്പം ആ ഒരു ശ്രദ്ധയോടെ കൂടിയാണ് ചെയ്തത്. മാത്രമല്ല നമ്മുടെ മുണ്ട് ഇവിടെ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ കളർ മുണ്ടുകൾ, നമ്മുടെ ആയുർവേദിക് ഡൈ ചെയ്തിട്ടുള്ള മുണ്ടുകൾ പല സ്റ്റൈലിലായിട്ട് കൊടുത്ത് നമ്മൾ ഇത് ചെയ്തു. ഭയങ്കര കംഫർട്ടാണ് അത്. എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അതുപോലെ തന്നെ സാരിയും നമ്മളിപ്പം പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾക്കും എന്തുകൊണ്ട് സാരി ഉടുത്തുകൂടെന്നുള്ള കാര്യം, അപ്പൊ സാരിയും ഡിഫറെന്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ അടുത്ത ചാലഞ്ച് എന്ന് പറഞ്ഞാൽ വാർ നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എത്താൻ പറ്റുമോ, അതും ലാസ്റ്റ് മിനിറ്റ് ആണ് എനിക്ക് വീസ കിട്ടിയത്. ആൻഡ് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ കുറെ ഫ്ലൈറ്റ്സ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇത്രയും ലഗേജ് കൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്നുള്ളൊരു കാര്യം. പിന്നെ അതിനോടൊപ്പം തന്നെ എല്ലാരും ഞാൻ പറഞ്ഞു ഒരു കൂട്ടായ്മയുടെ ഒരു ഇത് തന്നെയാണ് ഈ ഒരു ഷോയുടെ സക്സസ് എന്ന് പറയുന്നത്. എല്ലാരും ഡിവൈഡ് ചെയ്ത് വർക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതിന്റെ ക്രെഡിറ്റ് എടുക്കൂല. എന്റെ ടീം രാപ്പകൽ ഇല്ലാതെ വർക്ക് ചെയ്തു. അതിന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ്, സ്പോൺസേഴ്സ്, ശരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാരും കൂടി ഒരുമിച്ച് നിന്ന് വളരെ പെട്ടെന്ന് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ഹ്യൂജ് അക്സെപ്റ്റൻസ് ആണ് കിട്ടിയത്. ഒരു സ്വപ്നം തന്നെയാണ്, ഒരു പ്രൈഡിനെക്കാട്ട് എന്താ പറഞ്ഞ ഇത് അതൊക്കെ മേലെയാണ്. ഓരോ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് തന്നെ, നമ്മൾ എവിടെ നിന്ന് വരുന്നു, ഏതൊരു ചെറിയ സ്ഥലത്ത് നിന്ന് വരുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല. നമ്മളെപ്പോഴും നമ്മുടെ ഡ്രീമിൽ ബിലീവ് ചെയ്യുക, നമ്മൾ അതിൽ എഫേർട്ട് ഇടുക, എല്ലാം സംഭവിക്കും. നമ്മൾ വെൻ ദെർ ഇസ് എ വിൽ ദെർ ഇസ് എ വേ എന്ന് പറയൂലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതെ, കൈത്തറി മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശോഭ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫാഷൻ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും. ഇപ്പം നമ്മളിപ്പോൾ ഈ കുഴിത്തറിയുടെയൊക്കെ കാര്യം പറഞ്ഞത്, അത് എത്ര പേർക്ക് അറിയാം, നമ്മുടെ ഇവിടെ എത്ര പേർക്ക് അറിയാം എന്നുള്ളത് കൂടി നമുക്ക് സംശയിക്കേണ്ട സമയത്ത് അത് മറ്റൊരു രാജ്യത്തേക്ക് എത്തിച്ച് അവിടെ വലിയ രീതിയിൽ അതിനൊരു പ്രോത്സാഹനം കൊടുക്കുന്ന ആളെന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ വേദിയിൽ അവിടെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? എല്ലാം സംസാരിക്കാൻ പറ്റി. നമ്മളൊരു ടാഗിങ് നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം നമ്മുടെ ട്രാവൻകൂർ വീവേഴ്സിന്, നെയ്ത്തുകാരെ തന്നെയാണ് എനിക്ക് പറയേണ്ടത്. നെയ്ത്തുകാരാണെങ്കിലും ക്രാഫ്റ്റ് വില്ലേജിലെ ആർട്ടിസൻസ് ആണെങ്കിലും അതുപോലെ നമ്മുടെ ട്രൈബൽസ് ആണെങ്കിലും, ബിക്കോസ് ഇവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതിന്റെ കൂടൊപ്പം തന്നെ ഇപ്പം കാണിക്കാൻ പറ്റുമോന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രാവൻകൂറിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം പ്രദീപാണ് ഷൂട്ട് ചെയ്തതും, ഡാനി എഡിറ്റ് ചെയ്തു, അതുപോലെ രഞ്ജിത്ത് ആർട്ട് വർക്ക് ചെയ്തു, ശ്വേത അതിന്റെ പുറകിൽ ഓടി, ഡിസൈനിന്റെ പുറകിൽ. അപ്പം ശരത്താണെങ്കിലും എല്ലാവരും ഇതിന്റെ കൂടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് മിനിറ്റ് ഇത്രയും ഹ്യൂജ് ഇത് ചെയ്യാന്ന് പറയുന്നത്. അതിനും എനിക്ക് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. എന്റെ കൊച്ചിയിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിലും ഓൾ കേരള, പ്രത്യേകിച്ചും വേൾഡ് മലയാളി കൗൺസിൽ, ഷിനുമാമി, ടിഫിൻ ബോക്സിന്റെ ഷിനുമാമിനെ പറ്റി എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക്. എല്ലാരും ഇപ്പം ഈവൻ സ്റ്റൈലിംഗ്, മേക്കപ്പില് ജിജോ മെയിൻ ആയിട്ട്. അങ്ങനെ ഒരു മലയാളി ഇവിടെ ലണ്ടനിൽ ഒരുപാട് കാര്യങ്ങൾ ഫാഷൻ മേഖലയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ജിജോനെ പറ്റി എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ആൻഡ് ടീം ആൻഡ് ടിൻറ്റോ ആണ് ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തത്. അഗൈൻ വേറൊരു നാട്ടിൽ വന്ന് ഇത്രയും വലിയൊരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം ബിഗ് താങ്ക്സ് ടു എവ്രിബഡി ആൻഡ് സ്പെഷ്യലി മൈ മോഡൽസ്. അപ്പൊ അത് എന്താ പറയുക, എല്ലാം നമ്മൾ സെറ്റ് ചെയ്തെങ്കിലും മോഡൽസ് അത് നന്നായിട്ട് അത് ക്യാരി ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊരു സക്സസ് ആവില്ലായിരുന്നു. അപ്പം ഇവൻ മ്യൂസിക് ആണെങ്കിലും എല്ലാം, എന്തുകൊണ്ടും എനിക്ക് ടച്ച് വുഡ് നല്ലൊരു ടീമിനെയാണ് കിട്ടിയത്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ ഇരുന്ന്. ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഭയങ്കര എന്താ കംപ്ലീറ്റ് ആയതുപോലെ എനിക്ക് തോന്നി. ഇതുപോലെ തന്നെ എനിക്ക് ന്യൂയോർക്കിലും മിലാനിലും ഒക്കെ ഇത് കൊണ്ടുപോകണം എന്നുണ്ട്. അതിന്റെ ഫുൾ ഐ ആം ഷുവർ നമ്മളത് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തായാലും അത് നമ്മളെത്തും എന്നൊരു പോസിറ്റീവ് ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്റെ
എനിക്ക് എടുത്ത് അഗൈൻ എന്റെ ഗുരുക്കന്മാരാണെങ്കിലും എന്റെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കൈൻഡ് ഓഫ് സപ്പോർട്ട് അവരുടെ ഗൈഡൻസോട് കൂടിയാണ് ഞാനിപ്പോ അത് പോകുന്നത്. അതുകൊണ്ടാണ് എനിക്കത് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നത്. അപ്പം യെസ്. ശോഭയുടെ ഈ ഫാഷൻ ഷോയുടെ അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഓണത്തിന് എന്താ സ്പെഷ്യൽ എന്നായിരിക്കും. ഓണം വരാൻ പോകുന്നു, വ്യൂവേഴ്സ് വില്ലേജ് എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിന്റെ തിരക്കുകളിലേക്ക് പോവുകയാണ്. സർപ്രൈസ് ആയിരിക്കും അല്ലേ? സർപ്രൈസ്. നല്ലൊരു കളക്ഷൻ ഇപ്രാവശ്യം ഉണ്ടാവും ഉറപ്പായിട്ടും. ആൻഡ് എല്ലാരോടും പറയും, നമ്മൾ ഇത്രയൊക്കെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുമ്പം അത് എന്തായാലും കസ്റ്റമേഴ്സ് തന്നെയാണ്, ആ കോൺഷ്യസ് ബയേഴ്സ് തന്നെയാണ് ഇതിനെ മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ ഇട്ട് ധരിച്ചു പോകുന്ന ഓരോരുത്തരാണ് നമ്മുടെ കൈത്തറിയുടെ അംബാസിഡേഴ്സ് എന്ന് പറയും, മോഡൽസിനെ പോലെ തന്നെ. അപ്പം അഗൈൻ ധരിക്കുക, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബൈ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പുറകിൽ എന്താണ്, ആരാണ് ചെയ്തതെന്നുള്ളൊരു ഇത് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ്, കോൺഷ്യസ് ബയർ ആയിട്ട് മാറുക. ശോഭയുടെ കാര്യം പറയുമ്പോൾ ശോഭ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന ഒരു കാര്യമാണ്, ശോഭയെ കുറിച്ച് അറിയുന്നവർക്കറിയാം ഒരു പോരാളി കൂടിയാണ്. കാരണം ഒരുപാട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന ഒരാളാണ്. വലിയ പ്രതിസന്ധികൾ വിചാരിക്കാത്ത സമയത്ത് ജീവിതത്തിലേക്ക് വന്നെങ്കിലും അതിനെല്ലാം പിന്നോട്ട് കളഞ്ഞ് മുന്നിൽ പോസിറ്റീവ് മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് വന്ന ഒരാളെന്ന നിലയിൽ ബാക്കി പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്നറിയാം. അതൊക്കെ എങ്ങനെ പോകുന്നു? ഈ തിരക്കിൻ്റെ ഇടയിൽ എല്ലാം കൂടി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ ശോഭ? ജഗ്ലിംഗ് ആണ്. എൽഷദായി നന്നായിട്ട് പോകുന്നു. ടച്ച് വുഡ്. നമ്മളിപ്പം കർണാടകയിലെ ട്രൈബൽ സ്കൂള് നമ്മളിപ്പം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗോവയില് മാത്രല്ല, ഇപ്പം കർണാടകയിലും നമ്മള് ട്രൈബൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഇതാണ്. അപ്പം നന്നായിട്ട് പോകുന്നു. മാത്യു എന്ന് പറയുന്ന നമ്മുടെ മലയാളി തന്നെയാണ്, അറിയാലോ, കോ ഫൗണ്ടർ. അപ്പം ഡാഡ നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ജൂലിയ ആണെങ്കിലും എല്ലാരും. അപ്പൊ അത് നന്നായിട്ട് ഭംഗിയായിട്ട് പോകുന്നു. അതിനോടൊപ്പം ഇപ്പൊ ഞാൻ ഒരു മ്യൂസിക്കില്, ഒരു റാപ്പ് സോങ്ങിൽ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അഗൈൻ ടു ഗിവ് എ സോഷ്യൽ മെസ്സേജ്. അത് ഒരുവിധം ആയിട്ടുണ്ട്. അപ്പൊ ഉടനെ അത് പ്രൊഡക്ഷൻ തുടങ്ങും. പിന്നെ ഒരു കുറച്ച് എന്താ വേറെയും കുറച്ച് കാര്യങ്ങൾ, മൂവീസ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളിൽ ഞാൻ കൈവച്ചിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞു പോകും. അതൊരൊറ്റ വരിയിൽ പറഞ്ഞു പോയല്ലോ. എന്താണ് മൂവീസ് ആൻഡ് പ്രൊഡക്ഷൻസ് ഒക്കെ പറഞ്ഞു? എന്താണ് സംഭവം? ഞങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? എക്സ്പെക്ടഡ് അങ്ങനെ ഒന്നും വലുതായിട്ടൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള ഒരു അഭിനയം. എനിക്കൊന്ന് ബിഗ് ബോസ്, താങ്ക്സ് ടു ബിഗ് ബോസ് പോയതിനു ശേഷമാണ് ആ ഒരു ഓക്കെ എനിക്ക് ഏരിയയിലും കുറച്ചൊരു എനിക്ക്, ബിക്കോസ് അതിനകത്ത് ടാസ്ക് തരുമല്ലോ, ഓരോ ടാസ്ക് ഒക്കെ തരുമ്പോ നമുക്ക് അഭിനയിക്കാനുള്ള ടാസ്കുകളൊക്കെ തരുമ്പോഴത്തേക്ക് ഇത് കൊള്ളാലോ എന്നുള്ള ഒരു കാര്യം. ആൻഡ് ദെൻ ഇപ്പൊ ഞാൻ ആദിശക്തി പോയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 10 days വർക്ക്ഷോപ്പ്. വിനയ് ചേട്ടനും നിമ്മിയും അവര് നല്ല നല്ല ഗുരുക്കന്മാരാണ്. അപ്പൊ അവരുടെ അണ്ടറിൽ 10 days വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി, എന്നെ കൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പം മൂവീസ് ഡെഫിനറ്റ്ലി ഐ എം വർക്കിംഗ് ഓൺ സംതിങ്. അതിനോടൊപ്പം പ്രൊഡക്ഷനിലും എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷനിലും ഒരു പ്രോജക്ട് വന്നിട്ടുണ്ട്. ഞാൻ ഉടനെ പറയുന്നതായിരിക്കും അതിനെ പറ്റി. ആൻഡ് ഓൾസോ ഡെഫിനറ്റ്ലി ദിസ് മ്യൂസിക് വീഡിയോ ഐ എം ലുക്കിംഗ് ഫോർവേഡ്, ബിക്കോസ് അതൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഒരു സോങ് ആണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഉടനെ തന്നെ അതിന്റെ ന്യൂസ് പറയുന്നതായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ ഇൻട്രോ പറയുമ്പോ കുറെ കോമ ഇട്ട് ആരാണ് ശോഭ ആരാണെന്നുള്ളതിന് കുറെ കോമ കൂടി ഇടേണ്ടി വരും അല്ലെ? നിർമ്മാതാവ്. ഒരു ലൈഫല്ലേ ഉള്ളൂ നമുക്ക്. തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നു ശോഭയുടെ ഒരു പ്രത്യേകത, ശോഭ അങ്ങനെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകില്ല, എപ്പോഴും ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ? പോസിറ്റീവ്, അതായത് സെയിം വേവ് ലെങ്ത് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും എന്നുള്ള കാര്യമാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത് ടീം എഫേർട്ട് തന്നെയാണ്. നമ്മുടെ കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല വിഷനുള്ള ആൾക്കാരെ കൂടെ നിർത്തുക എന്നുള്ള കാര്യം വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതിനോടൊപ്പം എല്ലാരും നമ്മള് ഒരുപാട് ചാലഞ്ചസിലൂടെ ഡെയിലി കടന്നു പോകുന്നുണ്ട്, ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഈ പരിപാടി ചെയ്യാൻ തന്നെ ഒരുപാട് ചാലഞ്ചസിലൂടെയാണ് കടന്നു പോയത്. പക്ഷെ നമുക്കറിയാം നമ്മൾക്ക് എവിടെയാണ് നമ്മൾ ഫോക്കസ്ഡ് ആണെന്നുള്ളത്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു. ഒരുപാട് പേരുണ്ടാവും പുറത്തുനിന്ന് കല്ലെറിയാനും, ഒരുപാട് പേരുണ്ടാവും നോ എന്ന് പറയാനും, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയാനും, പിൻവലിക്കാനും ഒരുപാട് പേരുണ്ടാവും. നമ്മളതൊന്നും കേൾക്കരുത് എന്നുള്ള കാര്യമാണ്. നമുക്ക് എന്ത് മനസ്സിൽ തോന്നി വാസെന്ന് പറയില്ല, അത് തന്നെയാണ് ഞാൻ അന്നും എന്നും.